കാസർഗോഡ് ഞങ്ങളെപ്പോലുള്ള പഴയ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകന്മാർക്ക് ആവേശം പകരുന്ന മണ്ണാണ്. സപ്തഭാഷാ സംഗമഭൂമി എന്ന് പറയുന്ന ഈ മണ്ണിൽ നമുക്കറിയാം, 13-ാം വയസ്സിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ നീല പതാക പിടിക്കുമ്പോഴും ശാന്താറാം ഷേണായിയുടെയും സുധാകര കിത്തായിയുടെയും ഒക്കെ തന്നെ ധീരരക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും കാസർഗോഡ് നമ്മുടെ മുന്നിൽ അന്നു മുതലേ മറഞ്ഞു നിന്നതാണ്. ഇതാ ഒരു പുതിയ ദൗത്യവുമായി കാസർഗോഡ് നിന്നും സമരാഗ്നി ആളിപ്പടരുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്, അവർ ഈ രാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് വസ്തുനിഷ്ഠമായി പരിശോധിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഒരു വേദി കൂടിയാണിത്. ഇവിടെ ഉണ്ണിത്താൻ പറഞ്ഞു, 2014 UPA ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് മാറി. ഇതിപ്പോൾ 2024 10 കൊല്ലം കഴിഞ്ഞിട്ട് 2004 മുതൽ 2014 വരെയുള്ള ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക രംഗത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധവളപത്രം ഇറക്കാൻ 10 കൊല്ലം കഴിഞ്ഞിട്ട് നരേന്ദ്രമോദി തയ്യാറാകുന്നത് നമുക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഒരു രാജ്യത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അതെത്ര മാത്രം അദ്ദേഹം പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം 10 കൊല്ലക്കാലം തൻ്റെ ഗവൺമെൻറ് നടത്തിയ നടപടികൾ പറയുന്നതിന് പകരം 10 കൊല്ലം മുമ്പ് രാജ്യഭരണം വിട്ടുപോയ കോൺഗ്രസിൻ്റെ ധവളപത്രം ഇറക്കാൻ സാധാരണഗതിയിൽ അതിന് മറുപടി പറഞ്ഞാൽ തലയിൽ ആള് താമസമുള്ള ആരും ചെയ്യുന്ന കാര്യമല്ല ഈ കാര്യമെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഇത് അങ്ങനെ ഒരു ധവളപത്രം ഉണ്ടെങ്കിൽ 2014 ബഡ്ജറ്റിലല്ലേ അവതരിപ്പിക്കേണ്ടത്. ആ 10 കൊല്ലത്തെ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയായിരുന്നല്ലോ 2014. ആ ജനവിധിയുടെ ഫലമായിട്ടാണല്ലോ ഇവർ അധികാരത്തിൽ വന്നത്. പിന്നെ എന്തു ചെയ്തു? പക്ഷെ കുഴപ്പമില്ല, നമ്മളതും സ്വാഗതം ചെയ്യുകയാണ്. 2004 മുതൽ 2014 വരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരമായിട്ട് നമ്മളതിനെ കാണുകയാണ്. നമുക്കറിയാം, 2004 മുതൽ 2014 വരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ഇഷ്ടം കാണിക്കേണ്ട കാര്യമില്ല. ഇന്ത്യ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ട ഭരണ നേട്ടങ്ങളുടെ കാലഘട്ടമായിരുന്നു UPA കാലഘട്ടം. കാസർഗോഡ് എൻ്റെ സഹോദരി സഹോദരന്മാരോട് ചോദിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി, ഇപ്പൊ മോഡിയുടെ ഗ്യാരണ്ടി ആയിട്ട് ഇറങ്ങുന്നല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ നാടിന് കൊടുത്ത ഗവൺമെന്റ് ആയിരുന്നു. ആ ഗവൺമെന്റ് ഇപ്പൊ നിങ്ങൾ അതിനെ കൊല്ലാൻ നോക്കുന്നുണ്ട്, ആ പദ്ധതി ഇല്ലാതാക്കാൻ നോക്കുന്നുണ്ട്. വിവരാവകാശം കൊടുത്ത ഗവൺമെന്റ് ഇന്നിപ്പോ പറയുന്നുണ്ടല്ലോ, മോഡി പറയുന്നുണ്ട്, എല്ലായിടത്തും അരി കൊടുക്കുന്നുണ്ട്, കേന്ദ്രത്തിന്റെ അരി, ഭാരത് അരി. ഇതിന്റെ അടിസ്ഥാനമൊക്കെ ആയിട്ടുള്ള ഭക്ഷ്യസുരക്ഷാ നിയമം, ഇന്ത്യയിൽ ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് വെച്ച് ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കിയ ഗവൺമെന്റ് ആയിരുന്നു ആ ഗവൺമെന്റ്. അപ്പൊ ആ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ കുറിച്ച് നമ്മൾ സംവാദത്തിന് തയ്യാറാണ്. ഇന്നും നാളെയുമായി പാർലമെന്റിൽ നടത്തും. നിങ്ങൾക്ക് എന്ത് അവകാശപ്പെടാനുണ്ട് മിസ്റ്റർ നരേന്ദ്രമോദി? UPA ഭരിക്കുമ്പോൾ ആ 10 കൊല്ലത്തെ GDPയുടെ ശരാശരി 7.7%. വളർച്ചാ നിരക്ക് 7.7% സാമ്പത്തിക വളർച്ചാ നിരക്ക്. നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ, UPA ഭരിക്കുമ്പോൾ 7.7, നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ 5.7. സ്വകാര്യ നിക്ഷേപം, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് UPAയുടെ കാലത്ത് 25.9, നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ 21.9.
UPA ഭരിക്കുമ്പോൾ നമ്മൾ കടം വാങ്ങിയിരിക്കുന്നത്, കടം 58 ലക്ഷം കോടിയാണ് കടം. നരേന്ദ്രമോദി മുന്നോട്ട് പോയ ഏറ്റവും വലിയ മേഖല അതാണ്. ഇപ്പോഴത്തെ കടം 155 ലക്ഷം കോടി രൂപയാണ് എന്ന് മനസ്സിലാക്കുക. തൊഴിലില്ലായ്മ ഇവിടെ ഈ രാജ്യത്ത് എല്ലായിടത്തും പറയാണല്ലോ. ഇപ്പോഴത്തെ തൊഴിലില്ലായ്മ നിരക്ക് 10.05% ആണ്. 40 കൊല്ലക്കാലത്തിനിടയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഈ രാജ്യം മോഡി ഭരിക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. UPA ഭരിക്കുമ്പോൾ അത് 5.6%. ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് നിങ്ങൾ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരുടെ കണക്കെടുത്താൽ 42% ചെറുപ്പക്കാരും തൊഴിലില്ലാത്തവരാണ് ഈ നാട്ടിൽ.